ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ വ്ളോഗ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ റെസിഡൻറ്റ് ഈവിൾ റെക്വീം അത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെഞ്ച് മാർക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ RTX 2060 6 GB VRAM കാർഡും നമ്മുടെ Ryzen 5 3600 6 കോറും 12 ത്രെഡും ഉള്ള ഒരു പണ്ടത്തെ ബഡ്ജറ്റ് CPU ആണ്. അപ്പോൾ അത് നമ്മുടെ റെസിഡൻറ്റ് ഈവിൾ റെക്വീം എന്നുള്ള ആ ഒരു ഗെയിം വിഷ്വലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അതിൽ റേ ട്രേസിങ് ബാക്ക് ട്രേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. GPU പൊട്ടിത്തെറിക്കില്ല എന്നൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ ഇന്ന് അതിൻ്റെ ഫുള്ള് എന്താ പറയുക ബെഞ്ച് മാർക്കിംഗ് വീഡിയോ ആണ്. ചെറിയ പെർഫോമൻസിൽ എങ്ങനെ സംഭവിക്കും, വലുത് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇവിടെ PC സ്പെക്സ് കാണാൻ വേണ്ടി പറ്റും. CPU നമ്മളുടെ Ryzen 5 3600 6 കോർ പ്രോസസ്സർ, നമ്മളുടെ RAM 16 GB ആണ്, 3000 MHz മെഗാ ട്രാൻസ്ഫേഴ്സും CL15 RTX 2060 8 GB കാർഡല്ല, സൂപ്പർ വെർഷൻ അല്ല, നോർമൽ കാർഡ്. അപ്പോൾ ഇവിടെ VRAM കാണിക്കുന്നുണ്ട്. GPU ഡ്രൈവർ വെർഷൻ ഏറ്റവും പുതിയതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാർഡുകൾക്ക് പഴയ ഡ്രൈവറാണ് നല്ലത്. പക്ഷേ ഞാനത് പുതിയിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ 1080p റെസൊല്യൂഷനിലാണ്, വേരിയബിൾ ഫ്രെയിം റേറ്റ്, അതായത് അൺലിമിറ്റഡ് ആണ്. മോഷൻ ബ്ലർ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യുന്നു. GPUയിൽ വലിയ ഇതൊന്നുമില്ല, റേ ട്രേസിംഗ് ഓഫാണ്. ഹെയർ സ്ട്രാൻഡ്സ് ഞാനിപ്പോൾ ഓഫാക്കിയാണ് ഇടുന്നത്. നമ്മുടെ ഗ്രാഫിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും മാക്സിമം ലോവസ്റ്റ് ഗ്രാഫിക് കാർഡ് എന്നുള്ള ഗ്രാഫിക് സെറ്റിംഗ് ആണ്. അപ്പോൾ ലോവസ്റ്റ് ഇതാണ്. അപ്പ് സ്കെയിലിംഗ് ഞാൻ അടിയിൽ കാണിച്ചു തരാം. അതും ലോവസ്റ്റ് വേണ്ട, അപ്പ് സ്കെയിലിംഗ് ഓഫ് ചെയ്തിടാം, കാണിച്ചു തരാം. ലൈറ്റിംഗ് ആൻഡ് ഷാഡോ ലോവസ്റ്റ്. അഡ്വാൻസ് സെറ്റിംഗ്സിലേക്ക് വരികയാണെങ്കിൽ ഇത് ടെക്സ്ചറിൻ്റെ സംഭവം മീഡിയം ട്രയലിംഗിൽ ഓൾറെഡി കിടക്കുകയാണ്, അതിലും താഴെയില്ല. ആൻറ്റി എലിസിങ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പ് സ്കെയിലിംഗ് ഓൺ ആക്കിയാലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ മെഷ് ക്വാളിറ്റിയിലോ ഇത് ഓഫ്, ഇതെല്ലാം ഓഫ്. DLSS നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ നെഗറ്റീവ് റെസൊല്യൂഷനിൽ എന്തോരം RTX 2060 6 GB കാർഡ് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഏറ്റവും ലോ സെറ്റിംഗ്സിൽ ഫ്രെയിം ജനറേഷൻ കാര്യങ്ങളൊക്കെ ഓഫ്, പാർട്ടിക്കിൾ ഓഫ്, ഇത് ലോവസ്റ്റ് ഓഫ് 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 ലോ ഓഫ് ഓഫ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഗെയിം. RTX 2060 6 GB കാർഡുള്ളതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് സെറ്റിങ്സിൽ കാണുന്ന ആ ഒരു വ്യൂ ആണിത്. ഡെവലപ്പേഴ്സിന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഈ 64-63 FPS ആണ്, അതായത് കൺസിസ്റ്റൻ്റ്. ഇത് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമാണ്, ഏരിയ ആണ്. നല്ല ഇൻറ്റൻസിറ്റി ഉണ്ട് ഈ ഗെയിമിന്. ഇത്രയും ആൾക്കാർ ഉണ്ട്, ഇത്രയും ലൈറ്റ്സ്, കുറേ മൂവിങ് കാർഡ്സ്, അതെല്ലാം ലൈറ്റൊക്കെ വെച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഗെയിം മനഃപൂർവ്വം അടിപൊളിയാക്കാൻ, ഫസ്റ്റ് സീൻ തന്നെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഗ്രേസ് എന്ന് പറയുന്ന 2 പ്രൊട്ടാഗോണിസ്റ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഹൊറർ ഗെയിമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൊറർ ഗെയിം ജോണറിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ RTX 2060 6 GB ഉള്ള കാർഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് 60 FPS എബോവ് തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻറ്റൻസീവ് സിറ്റുവേഷനിൽ പോലും. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോവസ്റ്റ് സെറ്റിങ്സ് ആണെന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ 6 GB ഉണ്ടെങ്കിലും ടെക്സ്റ്റേഴ്സൊക്കെ നമ്മുടെ ഓൾറെഡി VRAM 5.2 GB യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റേഴ്സൊക്കെ അത്യാവശ്യം ഡീസൻറ്റ് തന്നെയാണ്. താഴത്തേക്ക് നോക്കാൻ നേരത്തും അത്യാവശ്യം എന്താ പറയുക ഡീസൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റേഴ്സ് തന്നെയാണ്. ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് അതിൻ്റെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നല്ല എന്താ പറയുക സമ്മതിച്ചു കൊടുക്കണവന്മാരെ. എങ്ങനെ ഇവരുടെ ഈ റെസിഡൻറ്റ് ഈവിളിൻ്റെ സ്വന്തം എഞ്ചിനിൽ ഇത് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് സെറ്റിങ്സിൽ കാണുന്ന ആ ഒരു വിഷ്വൽസാണ് ഈ ഒരു കാണുന്നത്. ഏറ്റവും ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ലോ സെറ്റിങ്സിലുള്ളൊരു ഗെയിം കുറച്ച് നാളായി ഞാൻ കണ്ടിട്ട്. ഇത്രയും ലോ സെറ്റിങ്സിൽ ഇവർക്ക് ഈ ഒരു ലെവൽ എത്തിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാൻ ബാക്കി കാര്യം. അപ്പോൾ ഇത് 60 FPS ഏറ്റവും ലോവസ്റ്റ് സെറ്റിങ്സിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അടുത്തത് നമുക്ക് ലോവസ്റ്റ് സെറ്റിങ്സിൽ റേ ട്രേസിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു അവസ്ഥ എന്നുള്ളത് നോക്കാം. മീഡിയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത സെറ്റിങ്സ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ലോവസ്റ്റ് സെറ്റിങ്സ് പ്ലസ് റേ ട്രേസിങ് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു റൗണ്ടും കൂടി നടന്നിട്ട് വരാം. ഈ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയിരിക്കുക. അയാൾ കുറച്ച് നിഴലിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അയാളെ ഒന്ന് നോക്കി നോക്കി. ഇപ്പോൾ ഇയാളെ നിങ്ങൾ നോക്കി വെച്ചോ. ലൈറ്റ് ചിലപ്പോൾ അവിടെ ഇപ്പോൾ ആ ഒരു സൂട്ടും ആ ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരൻ്റെ ആ സൂട്ടിൻ്റെ അവിടെ ഏരിയ, ചെടി എല്ലാം ഒരു പ്യുവർ ബേക്ക്ഡ് ആയിട്ടുള്ള എല്ലാം ഏകദേശം സെയിം ലൈറ്റ് പോലെ തന്നെയാണ്. അപ്പോൾ റേ ട്രേസിംഗ് ഓൺ ആക്കിയൊക്കെ ഇട്ട് ആ നേരത്ത് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് നോക്കുന്നത് കണ്ടില്ലേ. ആ ഒരു ഏരിയ, ആ നടുക്കായിട്ടുള്ള ഏരിയ എല്ലാം പ്യുവർ ആയിട്ടുള്ള ആ ഒരു ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇനി അതെങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. കാറും കൂടിയൊക്കെ നോക്കി വെച്ചാൽ ആ ഒരു പുറകിൽ നിന്ന് തന്നെ കാറിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. RTX 2060 ഈ ഒരു പറയുന്ന എന്താ പറയുക ഇതുവരെ 60ക്ക് താഴെ വന്നിട്ടില്ല. 62 വരെയൊക്കെയാണ് ഇത് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള സീനും കൂടിയാണ്. അപ്പോൾ ഗെയിം ആക്ച്വലി ലോ സെറ്റിങ്സിലും ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്.
പറയാതിരിക്കാൻ വയ്യ, നല്ല ബ്യൂട്ടിഫുൾ ആണ് നമ്മളുടെ ഈ ഒരു ഗെയിം. ഇനി അടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് മെയിൻ മെനുവിലേക്ക് തന്നെ പോകണം, എന്നാലേ ആ സെറ്റിങ്സ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രാഫിക്സിൽ ഇതെല്ലാം മാറ്റിയിട്ട് റേ ട്രേസിങ് പതുക്കെ ഒന്ന് ഓണാക്കി നോക്കാം. റേ ട്രേസിങ് ഇപ്പോൾ ഓഫാണ്. നോർമൽ ഉണ്ട്, ഹൈ ഉണ്ട്, പാത്ത് ട്രേസിംഗ് ഉണ്ട്. നോ പാത്ത് ട്രേസിങ് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റേ ട്രേസിങ് നോർമൽ ഇട്ട് നോക്കാം. നോർമൽ ഇട്ടിട്ട് നമ്മളുടെ അപ്സ്കെയിലിംഗ് ഇപ്പോഴും ഞാൻ DLAA തന്നെ ഇട്ടേക്കുന്നത്, നേറ്റീവ് റെസൊല്യൂഷനിലാണ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. ഗായ്സ്, ഇത് സംഭവം ഇതാണ്. ഇങ്ങനെ കളിച്ചാൽ മതി. നിങ്ങൾ ഇതിൻ്റെ മേളിലേക്കൊന്നും പോകണ്ട, ചെറിയ ബഡ്ജറ്റ് കാർഡാണെന്നുണ്ടെങ്കിൽ. കാരണം ഓൾമോസ്റ്റ് പകുതി ഗ്രാഫിക്സോളം, നമ്മുടെ പകുതി FPS ഓളം റേ ട്രേസിങ് ബേസിക്കായിട്ട് ഓണാക്കിയപ്പോഴേക്കും കൊണ്ടുപോയി. പക്ഷേ ഈ തന്നിരിക്കുന്ന ആ ഒരു വിഷ്വൽ എന്താ പറയുക, ഇമ്പ്രൂവ്മെൻറ്റ് വെച്ച് നോക്കാൻ നേരത്ത് ഓക്കെയാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 30 FPS പോലും അടിക്കുന്നില്ല. ഇത് ഇൻറ്റൻസീവായിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അത്ര നല്ല പെർഫോമൻസ് അല്ല. VRAM നമ്മൾ 5.8 GB ആണ് യൂസ് ചെയ്യുന്നത് 6GB ഇതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില സമയത്ത് സ്റ്റട്ടറിങ് വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. സിസ്റ്റം റാം 9 GB. നമ്മളുടെ RTX 2060 ഇതുവരെ എന്താ പറയുക, നമ്മുടെ GPU 98% ഒക്കെ തന്നെയാണ്. വലിയ കുഴപ്പമില്ല. അത്ര വലിയ ബോട്ടിലിനേക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. 100ലേക്ക് എത്തുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. നമ്മുടെ CPU വളരെ എന്താ പറയുക 45%-ഓളമാണ്, 30%-ഓളമാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ നോക്കാം. അയാൾ ആ നിഴലിൻ്റെ അടിയിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊന്ന് നോക്കാം. ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അയാളുടെ സൂട്ടിൻ്റെ പുറകിലൊക്കെ ഇത്തിരി ഡാർക്കായിട്ടുണ്ട്. ചെടികളുടെ ആ ഒരു ഏരിയയും കുറച്ച് ഡാർക്കായിട്ടുണ്ട്. വലിയ ഡാർക്ക്നെസ് ഇല്ല, എന്നാൽ പോലും ആ കുടയുടെ അടിയിലുള്ള ആൾക്കാരുടെ മുഖമൊക്കെ ഇത്തിരി ഇരിപ്പുണ്ട്. നേരത്തെ അങ്ങനെയായിരുന്നു തോന്നുന്നു. ഈ കാറിൻ്റെ ഇത് കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ ലൈറ്റ് കുറച്ചും കൂടി ആ ഒരു സോഴ്സ് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ബാക്കിലത്തെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സോഴ്സ് നമുക്ക് മിററിൽ നോക്കാം. റിഫ്ലക്ഷൻസ് വന്നിട്ടുണ്ടാകണം. ഇപ്പോൾ ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ റേ ട്രേസിംഗ് ഇതാണ് നമ്മൾ റേ ട്രേസിംഗ്. ഇതിനാണ് നമ്മളുടെ പകുതി FPS കൊണ്ടുപോകുന്നത്. ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഇത് റിഫ്ലക്ഷൻസ് കാണാൻ പറ്റും. പിന്നെ നമ്മളുടെ ബോഡിയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആണ് ഗെയിമിൻ്റെ ഫസ്റ്റ് ആ ഒരു ഇൻറ്റൻസിറ്റി. ഇപ്പോൾ 26 FPS ഒക്കെയാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് നോക്കേണ്ടത് NVIDIA കാറാണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു 30 FPS ഞാൻ ഇങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ കൊല്ലും. 30 FPS ഒക്കെ വെച്ചൊന്നും കളിക്കാൻ പറ്റില്ല കൺട്രോൾ. അപ്പോൾ ഓരോരുത്തരുടെ ഇത്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ലോ വൈബിൽ നമ്മുടെ പ്ലേ സ്റ്റേഷൻ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയ്സ്റ്റിക്ക് വെച്ച് കളിക്കാൻ നേരത്ത് പല ഗെയിമുകളും 30 FPS റൺ ചെയ്യുന്നത്. പക്ഷേ അത് കൺസിസ്റ്റൻറ്റ് 30 FPS ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് നല്ല ഇതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു സംഭവം. ഇപ്പോൾ 27 FPS ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് NVIDIAയുടെ ക്വാളിറ്റി ലെവൽ അപ്പ് സ്കെയിലിംഗ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗെയിം ക്വിറ്റ് ചെയ്യുകയാണ്, എന്നിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിനി നമ്മളുടെ സെറ്റിങ്സ് ഇത് തന്നെയാണ്. ലോ സെറ്റിങ്സ് മതി. ലോ സെറ്റിങ്സ് പ്ലസ് റേ ട്രേസിംഗ് ആണ് ഈ ഗെയിമിൻ്റെ ഫോർമുല. ഇത് ഇങ്ങനെ നോക്കി കളിച്ചാൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊന്ന് സെറ്റിങ്സിൽ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഡയറക്റ്റ് ഈ സെയിം സെറ്റിങ്സിൽ തന്നെ അപ്പ് സ്കെയിലിംഗ് അപ്ലൈ ചെയ്ത് നോക്കാം. ക്വാളിറ്റി ലെവൽ അപ്പ് സ്കെയിലിംഗ് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം. 1080p താഴെ റെൻഡർ റെസൊല്യൂഷൻ എടുത്തിട്ടാണ് നോക്കുന്നത്. 720p എന്നാണ് എടുക്കണമെന്ന് തോന്നുന്നു. എന്നിട്ട് അപ്പ് സ്കെയിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗെയിം ഈസി ആയിട്ട് ക്വാളിറ്റി ലെവൽ അപ്പ് സ്കെയിലിങ്ങിൽ 44 FPS ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഏരിയ ആണ്. കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റേ ഏലിയാസിങ് കുറച്ചൊക്കെ സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ബ്ലറി എഫക്റ്റ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല. ഗെയിമിൻ്റെ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ ഗെയിം എൻജോയ് ചെയ്ത് കളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 44 FPS തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, അനങ്ങിയിട്ടില്ല 43. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 40 കിട്ടിയാലും നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഗെയിമിൻ്റെ ഈ ഒരു ഫോർമുല നമ്മൾ റിഫ്ലക്ഷൻസിൻ്റെ ബ്ലറിനെസ് ആ ചെറിയ രീതിയിലുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ 2060 പോലത്തെ ഉള്ളൊരു കാർഡ് വെച്ചിട്ട് ഈ ഒരു ലെവലിൽ പെർഫോമൻസ് ഒപ്പിക്കുക എന്നുള്ളത് ഗെയിമിൻ്റെ മാത്രം കഴിവാണ്. പിന്നെ നമ്മുടെ ഈ 2060 സൂപ്പറിൻ്റെ എന്താ പറയുക, റേ ട്രേസിങ്ങിനാണെങ്കിൽ റേ ട്രേസിംഗ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാർഡാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നോർമൽ ഗ്രാഫിക് സെറ്റിങ്സ് കൂട്ടുന്നതിലും ഭേദം ലോ സെറ്റിങ്സിൽ ഇട്ടിട്ട് ബേസിക്കിൽ റേ ട്രേസിംഗ് ഓൺ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ ഗെയിം ബ്യൂട്ടിഫുൾ ആണ് ഗൈസ്. അപ്പോൾ 44 FPS ആണ് നമുക്കിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു കൺട്രോളർ വെച്ച് കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് 30 FPS ലോക്ക് ചെയ്താൽ പോലും
അപ്സ്കെയിലിംഗ് ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഒരു കാര്യം ചെയ്യാം, ക്വാളിറ്റി അപ്സ്കെയിലിംഗ് നിന്ന് മാറ്റി ബാലൻസ്ഡിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്തുമാത്രം ഒരു 60 FPS അടിക്കാൻ സാധ്യതയില്ല, എന്നാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. ഗൈസ്, അപ്പോൾ ഇത് ബാലൻസ്ഡ് ലെവൽ അപ്സ്കെയിലിംഗ് ആണ്. അപ്പോൾ 44 FPS നിന്ന് 50ലേക്ക് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. കുറച്ചും കൂടി സംഭവങ്ങൾ ചില ഏരിയാസ്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ആ കാറിൻ്റെ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആ റൈറ്റ് സൈഡിലുള്ള ബൈക്കിൻ്റെ പുറകിലുള്ള കാറിൻ്റെ മുകളിലേക്കും ഒന്ന് മാറൂ സഹോദര. ഓക്കെ, ആ ഒരു ബാക്കിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ മനസ്സിലാവും. പക്ഷേ നിയർലി തൊട്ടടുത്തുള്ള രീതിയിൽ നോക്കാൻ നേരത്ത് വലിയ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഹെയർ വർക്ക് നല്ല ഈ ഒരു രീതിയിൽ നമ്മളുടെ ഈ 3% ലെവലാണ് കിടന്നെങ്കിൽ ഹെയർ ഭയങ്കര ശോകമാണ്, ഡിമാൻഡിങ്ങുമാണ്. പക്ഷേ ഹെയർ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഹെയറിൻ്റെ വർക്ക് എന്താണുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് NVIDIAയുടെ ബാലൻസ് ലെവൽ അപ്പ് സ്കെയിലിംഗ് ലോവസ്റ്റ് സെറ്റിങ്സ് വിത്ത് റേ ട്രേസിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഷെയ്ഡി ക്രീപ്പി ലുക്കാണ് സംഭവം. ഗെയിം മൊത്തം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു, സംഭവം എല്ലാം കൊള്ളാം. ഇനി ഞാൻ ആ ഹെയറിൻ്റെ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇവരുടെ ഹെയറിൻ്റെ ആ ഒരു വർക്ക് സംഭവങ്ങൾ കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്ന ഹെയർ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഈ ഒരു ഇൻറ്റൻസി സിറ്റുവേഷനിലാണ്. അപ്പോൾ 50 കിട്ടുന്നില്ല, ഓക്കെ 50ആയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരാളുടെ നമ്മുടെ സ്റ്റോറി ക്യാരക്ടറിൽ ഒരാളുടെ ഹെയർ ക്വാളിറ്റി ഇതാണ്. ഈ ഹെയർ സ്ട്രാൻഡ്സ് ഓൺ ആക്കുമ്പോൾ തന്നെയുള്ള വ്യത്യാസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കോ. ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ടുപോയിക്കോ. ഇനി അടുത്ത നമുക്ക് ഇനി ഹെയറിൻ്റെ സംഭവം ഒന്ന് ഓണാക്കി നോക്കാം. സംഭവം മാത്രം ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഹെയർ സ്ട്രാൻഡ്സ് ഇതിപ്പോൾ ഓഫാണ്. ഇത് ഓണാക്കുമ്പോൾ തന്നെയുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങനെയൊന്നും കൂടി നോക്കാം എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഹെയർ സ്ട്രാൻഡ്സിന് സംഭവം ഓണാക്കിയപ്പോൾ തന്നെ ഹെയറിൻ്റെ ആ ഒരു എന്താ പറയുക പതർച്ച, ഗ്രെയിനി എഫക്റ്റൊക്കെ ആ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട്. FPS 50 ഒരു 4-5 FPS ബേസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹെയർ സ്ട്രാൻഡ്സ് മാത്രം ഓണാക്കിയപ്പോഴേക്കും. നേരത്തെ നമുക്ക് ഈ ഒരു സീനിൽ അത്യാവശ്യം 50 കിട്ടുന്നുണ്ടായിരുന്നു അത്യാവശ്യം. ഇതിപ്പോൾ 44ലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഹെയർ സ്ട്രാൻഡ്സ് ഓഫ് ആക്കി ഇട്ടിട്ട് ക്വാളിറ്റി ലെവൽ അപ്പ് സ്കെയിലിംഗ് മാത്രം യൂസ് ചെയ്തതെന്ന് വെച്ചാൽ FPS ആണ്. ഇപ്പോൾ നമുക്ക് ബാലൻസ് ലെവലിൽ ഇട്ടിട്ട് പോലും ഹെയർ സ്ട്രാൻഡ്സ് ഓൺ ആക്കിയിട്ട് കിട്ടുന്നത്. പക്ഷേ ഹെയറിൻ്റെ നല്ലൊരു എഫക്റ്റാണ് ഗെയിം. അപ്പോൾ ഇത് ഹെയറിൻ്റെ ആ ഒരു പെർഫോമൻസ് ഹിറ്റാണ് കാണിക്കുന്നത്. നമ്മളുടെ ലൈറ്റിംഗ് ആൻഡ് ഷാഡോസ് ഇതിപ്പോൾ ഓൾറെഡി VRAM ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ നിങ്ങളുടെ 8GB RAM ഉണ്ടെങ്കിൽ ലൈറ്റിംഗ് ആൻഡ് ഷാഡോ കുറച്ച് നോക്കാം. അപ്പോൾ VRAM അതിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല. ബാക്കി നമുക്ക് ഇതും VRAM തന്നെയാണ്. ടെക്സ്ചർ ക്വാളിറ്റിയും ഈ ഒരു സംഭവം ഇതിപ്പോൾ ഹൈയിൽ നിന്ന് 2 ടൈംസിൽ നിന്ന് 4ലേക്ക് വരുമ്പോഴും വലിയ ഡിമാൻഡിങ് അല്ല, കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ കിടന്നോട്ടെ. മെഷ് ക്വാളിറ്റി ഓൾറെഡി സ്റ്റാൻഡേർഡിലാണ്. ഇത് ഓണാണ്, ഇത് ഹൈ ആണ്. ക്രോമാറ്റിക് ആബ്രേഷൻ ഓണാണ്, ഡെപ്ത് ഓഫ് ഫീൽഡ് ഓണാണ്, DLSS ബാലൻസിൽ തന്നെ, ഫ്രെയിം ജനറേഷൻ ഓഫ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇത് പാർട്ടിക്കിൾ ലൈറ്റിംഗ് ഓഫാണ്. വോളിമെട്രിക് ഫോഗ് നമുക്കൊന്ന് പൊടിക്ക് മീഡിയത്തിൽ ഒരു ഇതും കൂടി കയറ്റാം. ലെൻസ് ടേർട്ട് വലിയ വ്യത്യാസമില്ല. അത് ഞാൻ കൺട്രോൾ ചെയ്ത് നോക്കിയിട്ടും വലിയ പെർഫോമൻസ് ഇമ്പാക്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓണാക്കി തന്നെ ഇടാം. ലെൻസ് ഫ്ലെയർ ഇത്തിരി ഡിമാൻഡിങ് ആണ്. പക്ഷേ ആ റിയൽ ലൈഫിൽ ഗെയിമിൽ വലിയ എനിക്ക് തോന്നില്ല. അപ്പോൾ ഞാനത് ഓഫാക്കി തന്നെ ഇടുന്നത്. ഷാഡോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പോലും വലിയ വ്യത്യാസം നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ അത് ഞാൻ ഈ ഒരു കളർ കൊണ്ട് ലോയിൽ തന്നെ ഇടുന്നു. ഇതൊരു ഒപ്റ്റിമൈസ് സെറ്റിങ്സ് ആണ് ഈ ഒരു ബഡ്ജറ്റ് കാണുന്നത്. കോണ്ടാക്ട് ഷാഡോസ് ഓഫ് ആക്കിനെ ഇതിപ്പോൾ VRAM ലിമിറ്ററാണ്. അപ്പോൾ അല്ലാണ്ടാണെങ്കിൽ പോലും മിനിമൽ ഇതാണ് പെർഫോമൻസിൽ. ആംബിയൻ്റ് ഒക്ലൂഷൻ ആക്ച്വലി നല്ലൊരു ഇതാണ്. പക്ഷേ VRAM നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ നമുക്കെന്നാലും ആംബിയൻ്റ് ഒക്ലൂഷൻ നമുക്കൊരു ഇപ്പോൾ ജസ്റ്റ് ഓഫിലിടുമ്പോൾ ഉള്ള വ്യത്യാസം മീഡിയത്തിൽ ജസ്റ്റ് ഒന്ന് ലോ ഇടുമ്പോൾ തന്നെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്റ്റിമൈസ്ഡ് സെറ്റിങ്സ്. ഞാനൊരു ബഡ്ജറ്റ് കാർഡാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഗെയിം മാക്സിമം അടിപൊളി പെർഫോമൻസിൽ നല്ല വിഷ്വലി നല്ല ബ്യൂട്ടിഫുൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ ചെയ്യാണ്, റേ ട്രേസിങ് നോർമലിൽ ഇട്ടോളുക, ഹെയർ സ്ട്രാൻഡ്സ് ഓണാക്കി ഇടുക. 3rd പേഴ്സണിലാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1st പേഴ്സണിലാണ് കളിക്കണമെങ്കിൽ ഇത് ഓഫാക്കി ഇടുക. പെർഫോമൻസ് നല്ല വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ വെറുതെ ഒന്ന് ഓഫാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ VRAM ലിമിറ്റിൻ്റെ ഇത് മാറുന്നത് കാണാൻ പറ്റും. ഞാനപ്പോൾ 3rd പേഴ്സണിലാണ് കളിക്കുന്നത്. അതുകൊണ്ടിട്ട് എനിക്ക് ഹെയർ നല്ല ഒരു ഇതിൽ കാണണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് ഓണാക്കി തന്നെ ഇടുന്നു. ഇതാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന ഒപ്റ്റിമൈസ് സെറ്റിങ്സ്. അപ്പോൾ ഗ്രാഫിക്സ് ക്വാളിറ്റി നമുക്കിത് കസ്റ്റമാണ്, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് പോകാം. ടെക്സ്ചർ ക്വാളിറ്റി നിങ്ങളുടെ 8GB VRAM ഉണ്ടെന്നുണ്ടെങ്കിൽ
ഹൈയിലിട്ടാലും വലിയ സീനില്ല. എന്നിട്ട് ഇവിടെ ഈ ഒരു സംഭവം ടെക്സ്ചർ ഫിൽട്ടർ ക്വാളിറ്റി 4 മേലെ പോകാണ്ടിരുന്നത് 8 GB VRAM ഉള്ള കാർഡാണ് എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ മെഷ് ക്വാളിറ്റി വലിയ ഇതില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ലോയിൽ തന്നെ ഇടാം, വലിയ കുഴപ്പമില്ല. ഈ കാണിക്കുന്ന ആ ഒരു വ്യത്യാസമാണ് കാണുന്നത്. പക്ഷേ റിയൽ ഗെയിമിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സ്ക്രീൻ സ്പേസ് റിഫ്ലക്ഷൻസ് ഓഫാക്കി തന്നെ ഇടുക. ആ ഒരു കാരണം അതിൻ്റെ ആ ഒരു എടുപ്പ് മാറിക്കിട്ടാണ്ട് നമ്മൾ റേ ട്രേസിങ് വെച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയിക്കോളും. പിന്നെ സബ് സർഫേസ് സ്കാറ്ററിങ്ങിലും വലിയ പെർഫോമൻസ് ഇഷ്യൂ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഓഫിന് പകരം ലോയിലാണ് ഇടുന്നത്, വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കോളും. ഈ ഒരു സംഭവം നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അത്യാവശ്യം വലിയ പെർഫോമൻസ് ഇറ്റില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി ആഗ്രഹിക്കാറുള്ളത് ഇതാണ്. ലെൻസ് ഡിസ്റ്റോർഷൻ ഓണാണ്, ക്രോമാറ്റിക് അബ്രേഷൻ അല്ല, ജസ്റ്റ് ബേസിക് ഓൺ. ഡെപ്ത് ഓഫ് ഫീൽഡ് നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷേ ഇത് അത്യാവശ്യം ചെറിയൊരു ഡിമാൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് എനിക്ക് ആ ഒരു ബ്യൂട്ടിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ഓണാക്കിയാണ് ഇടാറ്. അപ്പോൾ DLSS നമ്മൾ ബാലൻസ്ഡ് അല്ല ഇടാൻ വേണ്ടി പോകുന്നത്, ക്വാളിറ്റിയിലാണ് ഇടാൻ വേണ്ടി പോകുന്നത്. 1080p ക്വാളിറ്റിയിലാണ്. ബാലൻസ്ഡ് ആണെങ്കിലും വലിയ ഇഷ്യൂസ് ഇല്ല. ഞാൻ കളിച്ചു വെച്ചോളൂ. ഇതും പേഴ്സണൽ പ്രിഫറൻസ്, നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, ആ ഒരു ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ റേ ട്രേസിങ് എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ 1080p ബാലൻസ് ഇട്ട് നോക്കിയിട്ട് ഞാനിപ്പോൾ അടുത്തത് കാണിച്ചു തരാം. ഫ്രെയിം ജനറേഷൻ ഓഫാണ്, ലോ ലേറ്റൻസി ഇതൊക്കെ ഓഫാണ്. നമ്മളുടെ ബാക്കി കാര്യങ്ങൾ പാർട്ടിക്കൽ ലൈറ്റിംഗ് ഓഫാണ്. വോളിയോമെട്രിക് ഫോഗ് എന്ന് പറയുന്ന സംഭവം വലിയ വ്യത്യാസം കാണിക്കുന്നില്ല. നിങ്ങൾക്കിത് ഹൈ ഇട്ടാലും വലിയ കുഴപ്പമില്ല, നമുക്കിവിടെ ഹൈ തന്നെ ഇട്ട് കൊടുക്കാം. പാർട്ടിക്കിൾ ലൈറ്റിങ്, അതായത് ഈ ലൈറ്റ് അടിക്കാൻ നേരത്ത് വരുന്ന പുക, ഇത് പടലം, ആ സാധനങ്ങൾ, അത് ചില സമയത്ത് ചില സിറ്റുവേഷനിൽ ഭയങ്കര ഒറ്റയടിക്ക് ഡിമാൻഡിങ് ആവും. അപ്പോൾ ആ ഒരു സ്റ്റട്ടറിങ് ഇഷ്യൂസ് ഒഴിവാക്കാനായിട്ട് ഇത് ഓഫാക്കി ഇടുക. പെർഫോമൻസ് നോർമൽ വിഷ്വലി റെയർ കേസിൽ മാത്രമേ ആ ഒരു യൂസ് വരുന്നുള്ളൂ. പിന്നെ ലെൻസ് ഡേർട്ട് ഓഫാക്കി ഇടുക, വലിയ ഇതില്ല. ലെൻസ് ഫ്ലെയറും ഈ പെർഫോമൻസ് ഇമ്പാക്റ്റും വലിയ ഇത് കുഴപ്പമില്ല. അപ്പോൾ ലെൻസ് ഫ്ലെയർ ഞാൻ സ്റ്റാൻഡേർഡിൽ റെക്കമെൻഡ് ചെയ്യുന്നു. ഷാഡോ ക്വാളിറ്റി ലോയിൽ ഇട്ടോളുക, വലിയ വ്യത്യാസമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കോണ്ടാക്ട് ഷോഡേഴ്സ് ഓഫാക്കി ഇടുക, മിനിമലാണ്. ആംബിയൻ്റ് എക്ലൂഷൻ ലോയിൽ ഇട്ടോളുക. VFX ക്വാളിറ്റി ഏറ്റവും ലോയിൽ ഇട്ടോളുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു RTX 20 ലെവലിലുള്ള കാർഡാണെന്നുണ്ടെങ്കിൽ പറയുന്ന ഒപ്റ്റിമൈസ് സെറ്റിങ്സ്. അപ്പോൾ DLSS ബാലൻസ് തന്നെയാണ് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം മാക്സിമം പെർഫോമൻസ് ലോക്ക്, അതായത് ഏകദേശം ഒരു 40 മൗസും കീബോർഡും വെച്ചിട്ടാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 40 FPS കിട്ടിയാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയാൽ കുഴപ്പമില്ല. ഇത് ഞാൻ ഈ കാണിച്ച സെറ്റിങ്സിൽ, ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള സെറ്റിങ്സിൽ റേ ട്രേസിങ് ഫസ്റ്റ് ലെവൽ ഓണാക്കി ഇട്ടതിന് ശേഷം 1080p NVIDIA ഗ്രാഫിക് കാർഡ് ആണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ലെവലിൽ ഇട്ടോളുക. ചെറിയ എന്താ പറയുക, നിങ്ങൾ ഈ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഒരു ചെറിയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ നേരത്ത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഈ കാറിൻ്റെ മേളിലുള്ള ഭാഗം, ബൈക്കിൻ്റെ ആ സംഭവം, ഇനി ഓപ്പോസിറ്റ് ആ ഗോൾഡൻ കളറിലുള്ള ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടുത്തെ ആ റെയിലിങ്ങിലും ആ ഇഷ്യൂസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു, ആ ഒരു ഗ്രേനി തരമായിട്ടുള്ള സംഭവം. പക്ഷേ മൊത്തത്തിൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഏരിയ ആണ്. മൗസും കീബോർഡും വെച്ച് കളിക്കാൻ ആളാണെന്നുണ്ടെങ്കിൽ 30 FPS അത്ര സുഖകരമായിരിക്കില്ല. പക്ഷേ 40 FPS കൺസിസ്റ്റൻറ്റ് കിട്ടിയാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രോപ്പർ എന്താ പറയുക, തേർഡ് പേഴ്സൺ സെറ്റിങ്സിലാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് അപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗെയിം നല്ല ബ്യൂട്ടിഫുള്ളാണ്. ലോ സെറ്റിങ്സ് എന്താ പറയുക, ഒട്ടും മോശമൊന്നുമല്ല. നമ്മളത് റേ ട്രേസിങ് വെച്ചത് കാരണം ഈ ഒരു ഗെയിമിൽ ലോ സെറ്റിങ്സിൽ റേ ട്രേസിങ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ആ വിഷ്വൽ ബ്യൂട്ടിനെസ് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് പോകാം. റേ ട്രേസിങ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ പറയുകയാണ് റേ ട്രേസിങ്ങും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില ഗെയിമിൽ അത് എഗ്രി ചെയ്യുന്നു, പക്ഷേ ഈ ഗെയിമിൽ നല്ലൊരു ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗെയിം ഇത്രയും ഇങ്ങനെ കണ്ട് ഇരിക്കുകയാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഒന്നുകൂടി കണ്ടുപോയിക്കോളാം. അടുത്തത് നമുക്ക് റേ ട്രേസിങ് മാത്രം ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം, ബാക്കി സെറ്റിങ്സ് ഒന്നും തന്നെ മാറ്റാതെ. അപ്പോൾ ഇതാണ് ഗെയിം. ജസ്റ്റ് നമുക്കൊന്ന് റേ ട്രേസിങ് ഇതിപ്പോൾ ഒന്നും കൂടി കണ്ടോളാം. ഇത് റേ ട്രേസിങ് ഓഫാക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ടുള്ള വ്യൂസൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ, ഇത് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്നിട്ട് പോലും ഇപ്പോൾ 39, പക്ഷേ എന്നാലും കൺസിസ്റ്റൻറ്റ് 40 FPS കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ ഒപ്റ്റിമൈസ് സെറ്റിങ്സ്. ഇനി നിങ്ങൾ പറയുകയാണ് റേ ട്രേസിങ് ആവശ്യമില്ല, അപ്പോൾ ഞാൻ റേ ട്രേസിങ് ഓഫ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും കൂടി കാണിച്ച് തരാം. അപ്പോൾ വീണ്ടും ഞാൻ സെറ്റിങ്സിൽ വരുന്നു. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒന്നും തന്നെ മാറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ചെക്ക് ചെയ്ത് നോക്കാം. ബാലൻസ്ഡ് തന്നെയാണ് NVIDIA. ബാക്കി ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒപ്റ്റിമൈസ് സെറ്റിങ്സ് ഫോളോ ചെയ്യുക. അതിനുശേഷം റേ ട്രേസിങ് മാത്രം, ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ശോകമാണ്, വലിയ എഫക്റ്റ് ഇല്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് റേ ട്രേസിങ് ഓഫാക്കി നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഗെയിം റൺ ചെയ്ത് നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്കാണ് ഈ ഒരു ലുക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൽ പോവുക. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റേ ട്രേസിംഗ് ഇല്ല, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോവുക. ഇത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് റേ ട്രേസിംഗ് എന്ന് പറയുന്ന സാധനം. ചിലവർക്ക് ഹൈ FPS എഫക്റ്റ് ആണ് ഇഷ്ടം. ഇത് 60 FPS കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നൊരു സെറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റേ ട്രേസിംഗ് ഇഷ്ടമില്ല, 60 FPS ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ കാണിച്ചു തന്നിട്ടുള്ള സെറ്റിങ്സ് ഫോളോ ചെയ്യുക, എന്നിട്ട് റേ ട്രേസിംഗ് ഓഫ് ആക്കി ഇടുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ക്യാരക്ടറിൻ്റെ ഹെയർ വർക്ക് നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടിട്ട് ഈ ഒരു ക്യാരക്ടർ കൂടുതലും ഇൻറ്റൻസീവ് റിസർച്ച് നോക്കി നടക്കുന്ന ക്ലൂ ഒക്കെ നോക്കി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഫസ്റ്റ് പേഴ്സണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ സ്ട്രാൻഡ്സ് ഓഫ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടും. നമ്മളുടെ മറ്റേ ലിയോൺ കെനഡി എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ആക്ഷൻ വൈബുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്ക് നമുക്ക് തേർഡ് പേഴ്സൺ തന്നെ വേണ്ടി വരും. പുള്ളിയുടെ ഹെയർ വലിയ ഇതായിട്ട് എനിക്കും തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ വീഴ്ചയിൽ കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു ഗ്രെയിനി എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റേ ട്രേസിങ്ങിലൂടെ എന്തോ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ട ലുക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്യുക. ഇതും ഒട്ടും മോശമല്ലോടെ, ഇത് കുറച്ചും കൂടി എന്താ പറയുക ക്ലിയർ ആണ്. ഓരോരുത്തരുടെ കണ്ണിലാണ് ആ സൗന്ദര്യം ഇരിക്കുന്നത്. ചിലവർക്ക് ഈ ബേക്ക്ഡ് ആയിട്ടുള്ള ലൈറ്റ് കാണുമ്പോൾ ദേഷ്യം കയറും, ചിലവർക്ക് ഇതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ സൂട്ടിൻ്റെ പുറകിലുള്ള ആളുടെ ഡ്രസ്സിൻ്റെ കളറും ആ നിലത്തായിരിക്കുന്ന ചെടിയുടെ ആ ഒരു സ്ഥലത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ അടിയിലാണ് ആ ലൈറ്റിൻ്റെ എഫക്റ്റ്. ഈ കാറിന് ഇവിടെ റിഫ്ലക്ഷൻസോ ഉണ്ടാകാൻ സാധ്യതയില്ല. ജസ്റ്റ് ഒരു ബേക്ക്ഡ് ആയിട്ടുള്ളൊരിത്. ചിലവർക്ക് ഇതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതെന്ന് ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാൻ റേ ട്രേസിംഗ് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അഭിപ്രായം അതായിരുന്നു. റേ ട്രേസിംഗ് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അഭിപ്രായം മാറിയത്. ഒരു പ്രാവശ്യം കണ്ണിനത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇമേജൊക്കെ നല്ല ക്ലിയർ ആണ്. ആ ഗോൾഡൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് മെഷും കാര്യങ്ങളൊക്കെ അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതാണ് റേ ട്രേസിംഗ് ഇല്ലാത്ത 60 FPS ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് കാർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ നേരത്തെ കാണിച്ചിട്ടുള്ള സെറ്റിങ്സ് ഫോളോ ചെയ്യുക. അതിനുശേഷം റേ ട്രേസിംഗ് ഓഫ് ആക്കി ഇടുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് 60 FPS കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് കിട്ടും.